ഭൂമിയിൽ കൊടുക്കുന്നത് പാവങ്ങളും ദരിദ്രരുമായിട്ടുള്ളവർ ഉള്ളത് കൊണ്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നമ്മളിലുള്ള ദാരിദ്ര്യം, ഇല്ലായ്മ, കഷ്ടം, ഇത് മറ്റുള്ളവർക്ക് മനസ്സിനുള്ളിൽ അവർക്ക് സഹതാപമുണ്ടായി, ദയയുടെ ഉറവ് പൊട്ടി, അവർക്ക് കനിവ്, കരുണ തുടങ്ങിയ ദൈവിക വാഗ്ദാനങ്ങളെല്ലാം അവരിൽ നിറഞ്ഞ് അവർ നമുക്ക് 10 രൂപയോ മറ്റെന്തെങ്കിലും തരുമ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു എണ്ണം കൂടാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ പാവപ്പെട്ടവരായി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സത്യം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ആരും അനാഥരല്ല. നമ്മളെ പ്രത്യേക ഒരു വിധിയിൽ ദൈവം അതിനെ സൃഷ്ടിച്ച് നിർത്തിയിട്ടാണ്. നമ്മളുള്ളത് കൊണ്ടാണ് ലോകത്ത് നന്മ അല്പമെങ്കിലുമൊക്കെ നടക്കുന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. മാത്രമല്ല, നമ്മുടെ ഈ ചിന്തകൾക്ക്, നമ്മുടെ ഇല്ലായ്മകൾക്കൊക്കെ വളരെ വലിയ സമ്മാനം ഇനി ഭാവിയിൽ കിട്ടാൻ പോവുക. കഷ്ടപ്പെടുന്നതും തീർച്ചയായിട്ടും പ്രതിഫലം. നമ്മൾ ഒരുപാട് കഷ്ടങ്ങൾ സഹിക്കുന്നത് ദൈവത്തിനറിയാം. ആ വിചാരത്തിലും സന്തോഷത്തിലുമാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത്. ഇല്ലെങ്കിൽ ലോകം സത്യത്തിലില്ല. ലോകം മുഴുവൻ ക്രുദ്ധതയുടെയും മറ്റ് കോപങ്ങളുടെയും മറ്റ് സർവ്വ വിധത്തിലുള്ള അപജയങ്ങളിലും പിടിയിൽ അമർന്നു പോകും. അപ്പോൾ നമ്മൾ ഈ നാടിന്റെ സമ്പത്താണ് സത്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ ആരും ഇല്ലാത്തവരല്ല. നമുക്ക് എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. അപ്പൊ ദൈവമായ സർവശക്തനാണ് നമ്മുടെ കർത്താവ്. ദൈവമായ കർത്താവും പുത്രനായ കർത്താവും ദൈവസുത മാതാവും ഒക്കെയാണ് നമ്മുടെ ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നതും കർത്താവിന്റെ കരുണയിൽ, കർത്താവിന്റെ സന്നിധിയിലാണ്. ഇവിടുന്ന് നമുക്ക് ഭക്ഷണം തരുന്നു, അത്യാവശ്യം പൈസ തരുന്നു, വസ്ത്രം ഉണ്ടെങ്കിൽ തരുന്നു. കണ്ടോ? അപ്പൊ നമ്മൾ ഇല്ലാത്തവരെ മുഴുവൻ ഈശോയുടെ സവിധത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് നമുക്ക് വേണ്ട സഹായങ്ങൾ തരുന്നു എന്നുള്ള സത്യം, അത് സത്യം തന്നെ. ഈ സത്യം നമ്മൾ ലോകത്തോട് പറയാൻ നമ്മൾ വചനത്തെ സ്വീകരിച്ച് സുവിശേഷത്തിൽ പങ്കുകാരാവുക വേണ്ടത്. ഇതിലും വലിയ സുവിശേഷം വേറെയില്ല.